അങ്ങ് ഉദ്ധരിച്ച കരുണാകരൻ്റെ കാലഘട്ടത്തെ നമ്മുടെ രാജ്യം അടിയന്തരാവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയാണ് എന്ന് അങ്ങ് തന്നെ സമർത്ഥിക്കുമ്പോൾ അതിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥ പോലും ഈ രാജ്യത്ത് ഭരണഘടനാപരമായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുക പോലും ചെയ്യാതെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകർക്ക് പോലും തിരിച്ചറിവുണ്ടാകുന്ന സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ എനിക്ക് നേരെ മൈക്ക് നീട്ടിയ കുറ്റത്തിന് റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തക, മാതൃഭൂമി ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകൻ എന്നിവർക്കെതിരായി കേസെടുക്കുവാൻ ആദ്യം പോലീസ് തീരുമാനിച്ചതാണ്. അവർക്കൊക്കെ പ്രൈവറ്റായി പോലീസ് ഉദ്യോഗസ്ഥരുടെ സോഴ്സുകളിൽ നിന്ന് തന്നെ ഇൻറ്റിമേറ്റ് ചെയ്തതുമാണ്. അതിനുശേഷമാണ് അതിൽ നിന്ന് പിന്മാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാന അധ്യക്ഷനെ നിരക്ക് മൈക്ക് നീട്ടിയ മാധ്യമപ്രവർത്തകർക്കെതിരായി പോലും കേസെടുക്കുന്ന കാലഘട്ടമാണ്. സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എത്ര മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടാണ് ഗൂഢാലോചന കേസെടുത്തത്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരൊക്കെ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തുടങ്ങി, ഇനി നിങ്ങളെ വിളിക്കുന്നത് ഗൂഢാലോചനയായിട്ട് ഇവർ കേസെടുക്കുമോ എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്, അപ്രഖ്യാപിതമായി തന്നെ. ആ കാലഘട്ടത്തിലാണ് സമരം ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടാകണം. നമുക്ക് രണ്ടു കൂട്ടർക്കും ആ ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിരോധങ്ങളെല്ലാം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ സമരങ്ങൾ അവസാനിക്കൂ. ശ്രീ എം മുകുന്ദൻ പറഞ്ഞതുപോലെ അമിതാധികാരത്തിൻ്റെ അതിപ്രസരം ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ MT വാസുദേവൻ നായരെ പോലെ ഔന്നിത്യമുള്ള ഒരു മനുഷ്യൻ നടത്തിയൊരു പ്രസംഗത്തിന് ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അല്പന്മാരായി കേരളത്തിൻ്റെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. അല്ല, എനിക്കെതിരെ അങ്ങ് പറഞ്ഞൊരു കേസ് എനിക്കെതിരെ ഇല്ല. അങ്ങ് പറഞ്ഞൊരു കേസ് എനിക്കെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ ദിവസം വരെ, ഈ സംസാരിക്കുന്ന ഈ സമയം വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കാര്യമില്ല. അല്ലാതെ എത്ര കേസെടുത്താലും നമ്മൾ പൊതുപ്രവർത്തകരല്ലേ. കേസെടുത്തിട്ട് ഞാനെന്താ അടുത്ത ആഴ്ച PSCയുടെ വെരിഫിക്കേഷൻ കഴിച്ചിട്ട് നിൽക്കുകയാണോ? പോലീസ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളാണോ? അതോ അടുത്ത മാസം ദുബായിൽ ജോലി തേടി പോകുന്ന ആളാണോ? ഈ നാട്ടിൽ സമരം ചെയ്ത് ഈ നാട്ടിൽ പൊതുപ്രവർത്തനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് കേസൊന്നും പറഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആശങ്കയില്ലല്ലോ. നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകരായ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്കെതിരായിട്ട് കേസെടുത്തിട്ട് നിങ്ങളാരെങ്കിലും ആ പണി നിർത്തിയോ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആര് കേസെടുത്താൽ ആ പണി അവസാനിപ്പിക്കുമെന്നൊന്നും ഈ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ വെറുതെ അല്ലേ. അങ്ങനൊരു ചോദ്യം അങ്ങേപോലൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ തന്നെ പാടില്ല. കാരണം ഒന്ന് കോടതിയിൽ അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ അതൊരു കേസല്ലേ, ഫോർജറി അല്ലേ? കോടതിയിൽ അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ തന്നെ അതൊരു കേസാണ്. അത് അങ്ങയെ പോലൊരു മാധ്യമപ്രവർത്തകൻ, ഒരു ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തകൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ശ്രീ MV ഗോവിന്ദനൊക്കെ ചോദിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അങ്ങേ പോലൊരാൾ ചോദിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ എനിക്കൊരു അത്ഭുതം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കേസാണ്. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇനി രണ്ട് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ കൃത്യമായി പറഞ്ഞതാണ്. MV ഗോവിന്ദനാണ് അക്കാര്യത്തിലൊരു ആശങ്കയുള്ളത്. MV ഗോവിന്ദൻ്റെ സമയം പറ. MV ഗോവിന്ദൻ ഈ പിണറായി വിജയനെ പാടി പൂഴ്ത്തിയതിന് ശേഷമുള്ളൊരു സമയം ഫിക്സ് ചെയ്താൽ ആ സമയത്ത് MV ഗോവിന്ദനും ഞാനും ഒരുമിച്ച് പോയി ഞാൻ ചികിത്സ തേടിയ ആശുപത്രിയിൽ അത് പരിശോധിക്കാം, അദ്ദേഹത്തിന് വെരിഫൈ ചെയ്യാം. അതിനകത്ത് എനിക്ക് ആശങ്കകളില്ലല്ലോ. ഇനി അതിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞാൻ ചോദിച്ചു? ഒരു ആനുകൂല്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു ആക്ഷേപം അവർക്കുണ്ടെങ്കിൽ ധൈര്യമായി വരട്ടെ. ധൈര്യമായി വന്നാൽ അത് പ്രൂവ് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി MV ഗോവിന്ദൻ ഏറ്റെടുക്കണം.